അതെ, മീനാക്ഷിക്ക് എന്തോ പറയാനുണ്ടല്ലോ, പറഞ്ഞോളൂ. അത് പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങ് എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ അച്ഛനോട് സംസാരിക്കൂ. തമ്പുരാട്ടി, പരിമള തമ്പുരാട്ടി. എന്തു വേണം? അമ്മയുടെ കാലിൽ വാദം പിടിപെട്ട് എഴുന്നേക്കാൻ വയ്യാതെ കിടപ്പില്ല. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും തന്നെ സഹായിക്കണം തമ്പുരാട്ടി. ഉവ്വോ, വിശപ്പ് മാറ്റാൻ 10,000 പൊൻപണം എണ്ണി തരട്ടെ? എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി മൃഷ്ടാന്നം പ്രതിഫലം പറ്റിയിട്ടേ ഉള്ളൂ നിന്റെ അമ്മ. കാര്യമായ ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഡി, വാദം വന്ന് കിടപ്പിലാണെന്ന് പറഞ്ഞ കളവല്ലേ? തൊഴിൽ ചെയ്യാതെ ഭക്ഷണം പറ്റാനുള്ള തന്ത്രമല്ലേ? അയ്യോ തമ്പുരാട്ടി, അമ്മ അവശ്യമായി കിടപ്പില്ല, സത്യം. അയ്യോ, വിശ്വാസമില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കിയാ അറിയാം. മതി മതി, നിർത്ത്. ധനാഢ്യരായ ഞങ്ങൾ ദരിദ്രരുടെ ഭവനം സന്ദർശിക്കാറില്ല. എന്ത് അഹങ്കാരമാണ് നീ ഈ പറയുന്നത്? തമ്പുരാട്ടി, ഇവിടുന്ന് ഒരു കച്ചിത്തുരുമ്പ് പോലും നീ പ്രതീക്ഷിക്കണ്ട. തൃക്കടയൂരപ്പന്റെ വിശിഷ്ട ഭക്തയല്ലേ നീ? തൃക്കടയൂരപ്പൻ അന്നദാന പ്രഭു. നിനക്ക് ഭഗവാനോട് പോയി ഇരുന്നൂടെ? ഇതൊക്കെ ഉണ്ട് തമ്പുരാട്ടി, പക്ഷേ. അയ്യോ, കനിയുന്നില്ല അല്ലേ? കരുണാനിധിയായ ഭഗവാൻ കനിയാത്തവരോട് മനുഷ്യ സ്ത്രീകളായ ഞങ്ങൾ ഒട്ടും കനിയാറില്ല. പൊയ്ക്കോ, ഇറങ്ങി. തമ്പുരാട്ടി, മറ്റൊന്നും വേണ്ട. അമ്മയുടെ പ്രാണൻ കിടക്കാൻ വേണ്ടി ഒരു ചെറിയ കുമ്പിൾ കഞ്ഞി, അത് മാത്രം മതി. ഉപേക്ഷിക്കരുത് തമ്പുരാട്ടി. ശരി ശരി, ചെറിയ കുമ്പിൾ കഞ്ഞിയല്ല, ഒരു വലിയ കുമ്പിൾ പാൽക്കഞ്ഞി തന്നെ ഉണ്ടാവും. വടക്കുപുറത്ത് ചെന്ന് എടുത്തോളൂ. അതിലൊരു പാത്രത്തിൽ ഇവിടുത്തെ പൂച്ച കുടിച്ച പാൽക്കഞ്ഞിയുടെ ബാക്കി, മറ്റൊരു പാത്രത്തിൽ എന്റെ നായ കുടിച്ചതിന്റെ ബാക്കി. രണ്ടും കൂടി ഒരു വലിയ കുമ്പിൾ കഞ്ഞി തന്നെ ഉണ്ടാവും. എടുത്തോളൂ. കണ്ണീര് പൊഴിക്കുന്നു. ശപിക്കപ്പെട്ട നിന്റെ കണ്ണീര് വീണ ഈ തറവാട് തന്നെ മുടിഞ്ഞു പോവും. കടക്കപ്പുറത്ത് ഇറങ്ങിപ്പോ. മേലിൽ ഈ പടി കയറി പോരുത്. നശിച്ച കൂട്ടങ്ങള്, എഴുതിട്ട് പോ. വാമേ. തമ്പുരാട്ടി, എന്ത് വേണം? വിശന്ന് തളർന്നു തമ്പുരാട്ടി. എൻ്റെ അമ്മ കാലൊടിഞ്ഞ് കിടപ്പിലാണ്. ഒരു പണിക്കും പോവാൻ നിവൃത്തിയില്ല. അയ്യോ പാവം. 2-3 ദിവസമായി ഭവനത്തിൽ തീ പുകയുന്നില്ല. തമ്പുരാട്ടി,
വിശപ്പാറ്റാനുള്ള വക എന്തെങ്കിലും തന്നെ സഹായിക്കണം. ഇവിടെ ആർക്കും ഭിക്ഷ കൊടുക്കാറില്ല. പോയിക്കൊള്ളുക. തമ്പുരാട്ടി, കുറച്ച് പഴങ്കഞ്ഞിയെങ്കിലും തരാൻ കനിയുണ്ടാകണം. ഇവിടുത്തെ പഴഞ്ചോറേ ഈ ഭവനത്തിലെ പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കും അവകാശപ്പെട്ടതാ. പുറത്തെ ആർക്കും കൊടുക്കാറില്ല. ഒരു കുമ്പിൾ അരിയെങ്കിലും. ഇവിടെ ദാനം കൊടുക്കാറില്ലെന്ന് പറഞ്ഞില്ലേ? പോയിക്കൊള്ളുക. അശ്രീകരം. ഒരു തുള്ളി വെള്ളമെങ്കിലും തരാൻ ദയവുണ്ടാകണം. തെണ്ടി കൂട്ടങ്ങള്. ഒരു തുള്ളിക്ക് പകരമേ പല തുള്ളി വെള്ളം ഒഴിച്ചു തന്നില്ലേ? ഇനി പോയിക്കൊള്ളാം. അശ്രീകരങ്ങള്. ഭഗവാനെ, മഹാദേവ, അടിയങ്ങളെ എന്തിനിങ്ങനെ പട്ടിണിക്കിട്ട് നരകിപ്പിക്കുന്നു? ഒരിറ്റ് വറ്റ് പോലും തരാൻ ആർക്കും കനിവ് തോന്നാത്തതെന്തേ? അങ്ങവരെ തടയുകയാണോ ഭഗവാനെ? ഇങ്ങനെ പരീക്ഷിക്കരുത്. എനിക്കൊന്നും വേണ്ട. എന്റെ അമ്മയ്ക്ക് വിശപ്പകറ്റാൻ എന്തെങ്കിലും തന്നെ സഹായിക്കണേ. വാ മോളെ. മോളെ അമുതേ, നീ ആകെ വാടി തളർന്നിരിക്കുന്നല്ലോ. എവിടെ പോയതാ മോളെ? പരിമളം തമ്പുരാട്ടിയെ കാണാൻ പോയതാ. എന്നിട്ട് പരിമളം പ്രസാദിച്ചില്ലെന്ന് തോന്നുന്നല്ലോ. എന്താ മോളെ? എന്റെ അമ്മ അവർക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടതാ മുത്തശ്ശി. കഠിനമായി പണിയെടുത്തിട്ടും അർഹമായ പ്രതിഫലമോ ആ തമ്പുരാട്ടി കൊടുത്തിട്ടില്ല. ഇപ്പൊ ഒരു വീഴ്ചയിൽ കാലൊടിഞ്ഞ് കിടപ്പില്ല അമ്മ. വീട് പട്ടിണിയാ മുത്തശ്ശി. ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയെങ്കിലും യാചിക്കാൻ പോയതാ ഞാൻ. ആ സ്ത്രീ എന്നെ അപമാനിച്ച് ആട്ടി ഇറക്കി മുത്തശ്ശി. ഭഗവാനെ, തൃക്കടയൂരപ്പ, ഇത്രയ്ക്ക് ഉപകാരസ്മരണയില്ലാത്ത അസുര ജന്മമായി പോയോ പരിമളം? അവക്കെല്ലാം വാരിക്കോരി കൊടുത്തിട്ടുണ്ടല്ലോ ജഗദീശ്വരൻ. എന്നിട്ട് ഒരിറ്റു വറ്റു പോലും തന്നില്ലല്ലോ ഭയങ്കരി. തൃക്കടയൂരപ്പൻ ചോദിച്ചോളും മോളെ. മോളെ, കാലൊടിഞ്ഞ് വേദന സഹിച്ച് പട്ടിണി കിടക്കുകയല്ലേ മാധവി? അവക്ക് കൊടുക്കാൻ ഞാൻ കുറച്ച് പുട്ട് തരാം മോളെ. എന്താ മോളെ? എന്റെ പക്കല്
ഒരു നാണയത്തൊട്ട് പോലും ഇല്ല മുത്തശ്ശി. കൊള്ളാം, നല്ല കാര്യമായി. പണം ഇല്ലാതെ വിശന്നു വലഞ്ഞു വരുന്ന കൂട്ടർക്ക് ഈ വന്തി സൗജന്യമായി പുട്ടു കൊടുക്കുന്നുണ്ട്. വ്യാപാരത്തിനൊപ്പം ദാനധർമ്മവും മുത്തശ്ശി ചെയ്യുന്നുണ്ട് മോളെ. ഇതാ മാധവിക്ക് കൊണ്ടു കൊടുക്കും മോളെ. എന്താ മോളെ, ഇനി എന്താ വേണ്ടത്? മുത്തശ്ശി, ദാനമായി തരുന്നതുകൊണ്ട് ചോദിക്കാൻ പാടില്ലാത്തതാ. എങ്കിലും എന്റെ പശു അടക്കാൻ കൂടി പുട്ട് കിട്ടിയിരുന്നെങ്കിൽ. അതിനെന്താ മോളെ, ഞാൻ നിന്റെ കാര്യം മറന്നുപോയതാ. നീയും പശി അടക്കിക്കോളൂ. മുത്തശ്ശിക്ക് വേറെ വരുമാന മാർഗമൊന്നും ഇല്ലല്ലോ. പണം കിട്ടുമ്പോ പുട്ടിന്റെ വില ഞാൻ തന്നേക്കാം. വിശപ്പിന്റെ അന്നം തന്ന മുത്തശ്ശിക്ക് തൃക്കടയൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവും. മോള് വേഗം ചെല്ല്. നായ്ക്ക് കൊടുത്താലോ? എന്റെ തൃക്കടയൂരപ്പ ഭഗവാനെ, എല്ലാ ജീവജാലങ്ങൾക്കും വിശപ്പ് മാർത്തിയും ഒരുപോലെ ആണല്ലോ. ആദ്യം ഈ നായയുടെ വിശപ്പടങ്ങട്ടെ.
കഴിക്കുമ്പോ നിന്റെ വിശപ്പ് മുഴുവൻ മാറും. അമ്മേ, ആഹാ, മോള് വന്നോ? വിശപ്പകറ്റാൻ വല്ലതും കിട്ടിയോ മോളെ? കിട്ടിയമ്മേ. 2 കഷ്ണം പുട്ട് കിട്ടിയമ്മേ. അമ്മേ, എനിക്കമ്മേ. പതുക്കെ. അമ്മേ, അമ്മേ, പുട്ടുമായി വരുമ്പോ വഴിയില് വിശന്ന് വലഞ്ഞൊരു നായെ കണ്ടു. 1 കഷ്ണം പുട്ട് അതിന്റെ വിശപ്പറ്റം കൊടുത്തമ്മേ. നന്നായി മകളെ. മിണ്ടാപ്രാണിക്ക് അന്നം കൊടുത്തത് മഹാപുണ്യമായി. സ്വന്തം വിശപ്പടക്കാനുള്ള അന്നം അന്യജീവിക്ക് കൊടുത്ത സഹാനുഭൂതി അമ്മയ്ക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. ആട്ടെ, ആരാ പുട്ട് തന്നത്? പന്തിമുത്തശ്ശി. ഞാനും അമ്മയും പട്ടിണിയാണെന്ന് അറിഞ്ഞപ്പോ ഒരു പണം പോലും ആവശ്യപ്പെടാതെ സൗജന്യമായിട്ടാ മുത്തശ്ശി പുട്ട് തന്നത്. സന്മനസ്സുള്ള വന്ധ്യമുത്തശ്ശിക്ക് ശങ്കര ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അമ്മ പുട്ട് കഴിക്കേ. ആ പരിമളം കൊച്ചമ്മ തീരെ മനുഷ്യത്വമില്ലാത്ത സ്ത്രീയാ. അവിടുത്തെ പട്ടിയും പൂച്ചയും കഴിച്ച ഉച്ചിഷ്ടമാണ് ആ പരമദുഷ്ട വച്ച് നീട്ടിയത്. ഇതിൽ പരം ഒരു അപമാനമുണ്ടോ അമ്മേ? മനുഷ്യത്വമോ നന്ദിയോ ദൈവഭയമോ ഇല്ലാത്തവളാണ് പരിമളം. അവളോട് തൃക്കടയൂരപ്പൻ ചോദിച്ചോളൂ മകളെ. അമ്മേ, കഴിക്കമ്മേ. ആദ്യം മോള് കഴിക്കേ. വേണ്ട, ഇത് അമ്മയ്ക്ക് വിശപ്പാറ്റാനുള്ള പുട്ടേ ഉള്ളൂ. അമ്മ കഴിക്കേ. മോള് കഴിക്കേ. അമ്മേ, വിശന്ന് തളരുന്നു അമ്മേ. വല്ലതും തരണേ. അതാരാണ് നോക്കുമോളെ. അമ്മേ, അമ്മേ, വിശന്ന് തളരുന്നു. വല്ലതും തരണോ അമ്മേ? ഓ, ഓ. ആ, ആ. ആരാ? എന്ത് വേണം? കുട്ടി, സഹിക്കാനാവാത്ത വിശപ്പുണ്ട്. ഭക്ഷണം വല്ലതും തന്നാൽ മഹാപുണ്യമായി. ഞാൻ ദാ വരുന്നു. അമ്മേ, വിശന്ന് പൊരിഞ്ഞു നിൽക്കുന്ന ഒരു യാചകനാണ്. ഭക്ഷണം ചോദിക്കുന്നു. ഈ പുട്ട് അയാൾക്ക് കൊടുത്തേക്ക് മോളെ. അമ്മേ, 2 ദിവസമായി പട്ടിണി കിടക്കില്ലേ അമ്മ? ഇന്നും പട്ടിണി കിടക്കാനോ? നിന്റെ വിഹിതം പുട്ട് നീ നായയ്ക്ക് കൊടുത്തില്ലേ? എന്റെ വിഹിതം വിശന്ന് കൈനീട്ടുന്ന യാചകനും കഴിച്ചോട്ടെ. കൊടുത്തേക്ക്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.